ഏതാണ്ട് 12,000 അടക്കായിരുന്നു. 10-നും 15-നും അടയ്ക്കാ പ്രതീക്ഷിച്ചത്. അതിലേക്ക് എത്തുന്നു വിചാരിക്കും. ഒരു ഭരണവിരുദ്ധ വികാരമാണോ? ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. LDF-ന് കിട്ടാത്ത വോട്ടുകൾ ഭരണത്തിനെതിരായ വോട്ടുകളല്ല. ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ്. ഈ UDF-ന്റെ വോട്ട് അൻവർ ചോർത്തിട്ടുണ്ടോ? അത് പരിശോധിക്കണം. അൻവറിന് ചില സ്ഥലങ്ങളിൽ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പോത്തയിലേക്ക് വന്നപ്പം ആ ഒരു ട്രെൻഡ് മാറിയിട്ടുണ്ട്. എങ്കിലും UDF വോട്ടുകളും കുറച്ച് നഷ്ടപ്പെട്ടോ എന്ന് പരിശോധിക്കണം. ഈ അൻവർ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ വലിയ ഒരു ഭൂരിപക്ഷത്തിലേക്കൊക്കെ പോകുമായിരുന്നു. ആ തീരുമാനം തെറ്റിപ്പോയോ ശരിക്കും? ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ലേ? അല്ല, അൻവറിന്റെ വോട്ട് കൂടി അങ്ങനെ ഇപ്പം വേറെ ആരും മത്സരിച്ചില്ലായിരുന്നെങ്കിൽ എതിരില്ലായിരിക്കല്ലോ. അങ്ങനെ കണക്കൂട്ടാൻ പറ്റില്ല. പോളിറ്റിക്സ് അല്ല. ഈ ഘട്ടത്തിലും ഈ മത്സരത്തിന്റെ ചിത്രത്തിലും UDF കംഫർട്ടബിൾ മെജോറിറ്റിയിൽ ജയിക്കുന്നു. അത് ഭരണവിരുദ്ധ ജനവികാരത്തിന്റെ ശക്തമായ പ്രതിഫലനം തന്നെയാണ്. അല്ല, ഈ അൻവർ ഒരു ഫാക്ടറായി അവിടെ മാറുന്നുണ്ട്. ശക്തമായ ഫാക്ടർ അല്ല, ചെറിയൊരു ഫാക്ടറാണ്. പ്രതീക്ഷിച്ചതിനേക്കാൾ വോട്ട് അൻവർ. റിയാലിറ്റി അതല്ലേ. അതായത് ഇപ്പൊ BJP കാൻഡിഡേറ്റ് നേടിയതിനേക്കാൾ വോട്ട് അൻവർ പിടിച്ചു എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അപ്പൊ അൻവറിന്റെ ഒരു ഘടകം എന്താണ്? LDF, UDF ഇത് രണ്ടും കൂടി ശക്തമായി മത്സരങ്ങൾ നടക്കുമ്പോൾ അൻവറിന് ഇത്രയും അധികം. അദ്ദേഹം അവിടെ 9 വർഷക്കാലം MLA ആയിരുന്നു. അദ്ദേഹം രാജിവെച്ചൊരു പശ്ചാത്തലമുണ്ട്. സർക്കാരിനെതിരെ ശക്തമായ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത്. അദ്ദേഹത്തിന് കോണ്ടാക്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന് കുറച്ച് ആളുകളുമായിട്ട് ബന്ധമുണ്ടെന്ന് ഇപ്പം ജനങ്ങൾ വോട്ടിലൂടെ തെളിയിച്ചു. അങ്ങനെയല്ലല്ലോ, കൂടാതിരുന്നല്ലേ. അല്ല, ഇനി എന്താണ് അൻവർ അത് ഞങ്ങൾ നമ്മളത് ചർച്ച ചെയ്ത് ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇത്ര വോട്ട് കിട്ടുന്ന ആളെ നമുക്ക് തീരെ തള്ളാൻ പറ്റും. തള്ളുവോ കൊള്ളുവോ എന്ന് ആലോചിച്ച് ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ തള്ളാൻ പറ്റാത്ത അത് ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ടതല്ല. വി വിൽ ഡിസ്കസ് ആൻഡ് ഡിസൈഡ്. ചർച്ച ചെയ്യും. രാഷ്ട്രീയല്ലേ, ചർച്ച ചെയ്യാതിരിക്കുന്നതിന് എന്താ? അത് തുറക്കാമല്ലോ വാതില്. വാതിലിന് എന്തിനാ താക്കോൽ എന്തിനാ? ഈ വാതില് പണിയുന്നവർ താക്കോല് വെക്കുന്ന എന്തിനാ? വേണമെങ്കിൽ അടയ്ക്കാം, അത് വേണമെങ്കിൽ തുറക്കാം. അല്ല, ഈ ഒരു തെറ്റും പറ്റിയിട്ടില്ല. ഒറ്റ കാര്യം, ആര്യാടെ ഷൗക്കത്തിന് പകരം VS വേണമെന്നാണ് അൻവർ പറഞ്ഞിരുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ സ്ഥിതി മാറുമായിരുന്നു. സണ്ണി ജോസഫിന്റെ പേര് പറയാത്തത് നന്നായി. പ്രസിഡന്റ്, ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ അത് ഈ അൻവർ കൂടി വോട്ട് പിടി അത് സ്പ്ലിറ്റ് ആയില്ലേ സത്യത്തിൽ? അതല്ലേ റിസൾട്ട് കാണിക്കുന്നത്? കുറച്ചുകൂടി കംഫർട്ടബിൾ മാർജിനിൽ ഈ സമയത്ത് തന്നെ UDF എത്തേണ്ടതല്ലായിരുന്നോ? അൻവർ കൂടി ഒപ്പം വോട്ടുകളല്ലേ? LDF 2 തവണ തുടർച്ചയായി ജയിച്ച നിയോജക മണ്ഡലത്തിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെജോറിറ്റിക്ക് UDF-ന്റെ സ്ഥാനാർത്ഥി ജയിക്കുകയാണ്. അതാണ് കാണേണ്ടത്. ഈ ഇത്രയും റൗണ്ട് 6 റൗണ്ട് വോട്ടിന് പൂർത്തിയായി. അപ്പോൾ UDF ഇതിനേക്കാൾ വോട്ട് പ്രതീക്ഷിച്ചിരുന്നു? വലിയ വ്യത്യാസമില്ലെന്നല്ലേ ഇപ്പം മാധ്യമങ്ങളെല്ലാം വിലയിരുത്തുന്നത്. ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്.